ഫാമിലി അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥിച്ച പോരാടി എല്ലാവരെയും നീ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടാത്ത ദിവസങ്ങളിൽ നിശ്ചയമായ അവസരങ്ങൾ ഉണ്ടാകും. അപ്പൊ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ ഇസ്രായേലിന്റെ നമ്മുടെ പ്രയർ ക്യാമ്പിന്റെ ദിവസം നടക്കുകയാണല്ലോ. ഫെബ്രുവരി 3, 4, 5 പ്രയർ ക്യാമ്പിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടക്കുന്നു. താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇസ്രായേലിന്റെ രാവിലെ നമുക്ക് ദൈവം തുടങ്ങുന്ന കത്തുദാസൻ കറിയ അവരുടെ ഓർത്തവരെ സ്തുതിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതെങ്കിലും പുതുതായ ആൾക്ക് ഓർപ്പിക്കുന്നു. കഥാദാസയുടെ സെക്രട്ടറി ആയി 2 വർഷങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ കഥാദാസൻ ശക്തിയോടെ ശുശ്രൂഷയിലും കൃപാവന ശുശ്രൂഷയിലും പ്രവചനാത്മാവിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. സ്തുതിക്കുന്നു. 12 ഖണ്ഡം സെൻട്രൽ മിനിസ്റ്ററായി കഥാദാസൻ പ്രവർത്തിക്കുന്നു. കഥാദാസനെ രാവിലെ കഥ ഉപയോഗിക്കേണ്ടതിനായി കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്വാതന്ത്ര്യതാട്ടെ. ഞാനിവിടെ മുംബൈയിൽ നമ്മുടെ ഗ്രൂപ്പമായ കഥാദാസൻ ലാലച്ച തോമസിന്റെ ഭവനത്തിലാണ്. കലമ്പലി ചർച്ചിന്റെ മീറ്റിംഗിന് വേണ്ടി വന്നതാണ്. ഇവിടെ ദിവസമായിരിക്കുന്ന നമ്മുടെ ഫിലിപ്പ് ജോൺ പാസ്റ്ററുടെ മീറ്റിംഗ് ഉണ്ട്. ദൈവമക്കളെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവമായി കഥ സഹായിക്കട്ടെ. എല്ലാത്തിനായി സ്വപ്നം അവൻ തുടർന്ന് അനുസൂക്ഷിക്കായി കത്തുദാസനെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട രാവിലെ സമയത്തിനായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മനോഹരമായ നിലയിൽ മീറ്റിംഗിൽ ചെയ്യുന്ന പാസ്റ്റർക്ക് ഓർത്ത സ്തോത്രം. മനോഹരമായ ഗാനങ്ങൾ പാടിയ സന്തോഷപദ ഫാമിലി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സംബന്ധിക്കുന്ന പ്രാർത്ഥിച്ച എല്ലാവർക്കും വന്ദനം. ഒരു വർഷം തീരാൻ പോവുകയാണ്. ഈ 28-ാം തീയതി വരെ കാത്ത ദൈവത്തിന് സ്തോത്രം. ഈ ഒരു വർഷം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച ഈ ടീമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബത്തിനും ശുശ്രൂഷയ്ക്കും നിലനിൽപ്പിനുമായി പ്രാർത്ഥിച്ച എല്ലാ സഹോദരന്മാരെയും കത്തുദാസന്മാർക്കും ഈ വർഷത്തിന്റെ അവസാനം ഹൃദയാംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു, അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാണിച്ച എല്ലാ സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ആദരവുകൾക്കും ഈ വർഷാവസാനം പ്രത്യേകമായ നന്ദി എല്ലാവരോടും അറിയിക്കുന്നു. ഡിവൈൻ കുടുംബത്തിൽപ്പെട്ട ഏവർക്കും നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ, വാഹന അപകടങ്ങൾ, മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. വളരെ ഞെട്ടിപ്പിക്കുന്ന പ്രയാസമുള്ള വാർത്ത. കുപ്പനാടടുത്ത് ഷാരോൺ ഫെലോഷിപ്പിൽ കൂടുന്ന ഒരു കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന വരവിൽ ഉണ്ടായ അപകടം വളരെ പ്രയാസമായി തോന്നുകയും വേദനിക്കുകയും ചെയ്തു. ആയതുപോലെ എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ വാഹന അപകടങ്ങളിൽ ഈ ദിവസങ്ങളിൽ ശ്രമാനമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഒത്തിരി വേദനാജനകമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇവിടെ നമ്മൾ പരിപാലിക്കുന്ന ദൈവത്തിന് കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ കുടുംബമായി ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി. നിങ്ങളെ ഓർത്ത് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളെ ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. തുടർന്നുള്ള പുതിയ വർഷത്തില് അതിശക്തമായ ക്യാമ്പുകൾ, പ്രയർ ക്യാമ്പും യൂത്ത് ക്യാമ്പും ഒക്കെ ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. പുതിയ വർഷത്തിൽ അത് ഏറ്റവും ഭംഗിയായി നടക്കേണ്ടതായി നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായികൾ, പോസ്റ്റ് ചെയ്യുന്നവർ, നമ്മുടെ സഹോദരന്മാർ എല്ലാവർക്കും വന്ദനം. വിശേഷാൽ ഇത്രത്തോളം നടത്തിയ കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അംഗങ്ങൾ പ്രിയ രാജ് സാറ്, ജോയ് ചായൻ, മാത്യു കോശി, നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. റെഡി വർഗീസ്, മനീഷ്, എല്ലാവർക്കായി പ്രത്യേകമായ വന്ദനം. പ്രാർത്ഥനാ സഹകാരിക്ക് വന്ദനം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഇത് നമ്മൾ പല പ്രാവശ്യം കേട്ട ദൂതാണ്. എങ്കിലും ഒന്നിനും കാര്യം ഓർപ്പിക്കുക. വിശ്വാസം എന്നതോ
ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു. അത് പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് അത്ഭുത രോഗശാന്തി നടത്തിയതുകൊണ്ടല്ല. പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് മറ്റെന്തെങ്കിലും വലിയ കാര്യം ചെയ്തുകൊണ്ടല്ല. പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് വിശ്വാസം കൊണ്ടാണ്. അബ്രഹാം തുടങ്ങി അല്ല ഹാബേൽ തുടങ്ങി പഴയ വിശുദ്ധന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് വിശ്വാസത്താലാണെന്നുള്ള കാര്യം ഈ 11-ാം അധ്യായം തന്നെ എഴുതി വച്ചിരിക്കുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ആഴമേറിയ അനുഭവങ്ങളെ കുറിച്ചാണ്. ലോകപ്രകാരത്തെ വർധനവോ ടെക്നോളജിയുടെ വർധനവോ ശാസ്ത്രത്തിന്റെ വർധനവോ ഒന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ ആഴമായി വിശ്വസിക്കുവാൻ, കർത്താവ് പറയുന്നതിനെ വിശ്വസിക്കുവാൻ, കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുവാൻ കഴിഞ്ഞത് അത് വലിയ അനുഗ്രഹമായിരുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യമായി. ആ വിശ്വാസം എന്നത് ഒരു കാലഘട്ടത്തേക്ക് മാത്രമുള്ളതല്ല, ഏത് കാലഘട്ടത്തിലും ഈ നൂറ്റാണ്ടിലും പാർക്കുന്ന നമുക്കും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനമായ കാര്യമാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. അപ്പോസ്തലന്മാര് കർത്താവിനോട് പറഞ്ഞ പല കാര്യങ്ങളും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും: ഒന്ന്, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. 2, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം വാക്യത്തിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് കിട്ടണം. വിശ്വാസം വർദ്ധിപ്പിച്ച് കിട്ടണം. 1, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. 2, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. ഈ കാലഘട്ടങ്ങളിൽ നമുക്കും ആവശ്യം വിശ്വാസം ഒന്ന് വർദ്ധിക്കുക എന്നുള്ളതാണ്. എല്ലാം ഉണ്ടെങ്കിലും വിശ്വാസത്തിന്റെ കുറവ് ആഴങ്ങളിൽ പഴയതുപോലെ ഇല്ലാതിരിക്കുന്ന ഒരു സമയം വെളിപ്പെടുക. കർത്താവ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കാട്ടത്തിയോട് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. അതൊരു ആഴമായ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന. കാട്ടത്തി കടലിൽ നടുക എന്നുള്ളത് സാധാരണ നടക്കുന്ന കാര്യമല്ല. ഇളകി മറിയുന്ന കടൽ ഒരിക്കലും ശാന്തമല്ല. തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി അടിച്ചുകൊണ്ടിരിക്കുന്ന ആ കടലിനകത്ത് ഒരു കാട്ടത്തി നടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യവുമല്ല. ഇളക്കങ്ങളും തിരമാലകളും കൊടുങ്കാറ്റുകളും ഒന്നിനെ ഉറപ്പിക്കാത്ത, ഒന്നിനെ നിലനിർത്താത്ത, ഒന്നിനെ വേര് പിടിപ്പിക്കാത്ത കടലിന്റെ നടുവിൽ, തിരമാലയുടെ നടുവിൽ, കാറ്റിന്റെ നടുവിൽ നടുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് നമ്മുടെ ബുദ്ധി. പക്ഷേ ദൈവം പറയുമ്പോൾ അത് അസാധ്യമല്ല. ദൈവം പറയുമ്പോൾ അത് സാധ്യമാണ്. ഇളകി മറിയുന്ന തിരമാലയുടെ നടുവിൽ ഉറപ്പിക്കാൻ കഴിയുന്ന, ഉറപ്പിക്കുകയില്ല, നിലനിർത്തുകയില്ല, വേരുറക്കത്തില്ല എന്ന പിശാച് പറയുന്ന പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഉറപ്പിക്കുവാൻ പ്രതികൂലത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ദൈവശക്തനാണ്. പലപ്പോഴും ജീവിതത്തിൽ, തലമുറയിൽ, ഭാവിയിൽ, ജോലിയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, കുടുംബജീവിതത്തിൽ ഉറപ്പിക്കത്തില്ലെന്നും നിലനിർത്തുകയില്ലെന്നും വാദിക്കുന്ന ശക്തികൾ, തിരമാലകൾ ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ പറിച്ചറിയപ്പെടുമോ എന്ന് തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടായാലും അതിന്റെ നടുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു വിടുതലായി വെളിപ്പെടുമെങ്കിൽ ഈ വർഷം തീരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആടി ഉലയുന്ന അനുഭവം ഉണ്ടെങ്കിലും ആമേൻ ഉറയ്ക്കുമോ ഉറക്കുകയില്ലയോ, പറഞ്ഞു പോകുമോ അടുത്ത കാറ്റത്ത്, അടുത്ത തിരമാലയിൽ പറഞ്ഞു പോകാം എന്ന് തോന്നുമാറുള്ള പ്രതികൂലം ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെങ്കിൽ, അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായെങ്കിൽ, അവൻ അള്ളി ചെയ്തു അങ്ങനെ സംഭവിച്ചെങ്കിൽ, ഏത്
തിരമാലയുടെയും കൊടുങ്കാറ്റിന്റെയും നടുവിൽ നമ്മെ ഉറപ്പിക്കുന്ന, നിലനിർത്തുന്ന ഒരു കർത്താവ് വിശ്വസ്തൻ. ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ദൈവദാസന്മാർ, ശേഷാൽ വടക്കേണ്ടിയിൽ അനുഭവിക്കുന്ന കർത്തദാസന്മാർ, ഒത്തിരി പ്രതികൂലങ്ങൾ, ശോധനകൾ, പിടിച്ചെടുക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, വേലയ്ക്കെതിരുള്ള പ്രതിസന്ധികൾ ഒക്കെ ശക്തമാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നിലനിർത്തുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി രാവിലെ വർദ്ധിക്കുമ്പോൾ അതുപോലെ വിടുതലായി മാറാൻ പോകുക. ഞാനിവിടെ ഓർപ്പിക്കാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, 4 കാര്യം ഈ വിഷയത്തുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. 1, വിശ്വാസത്താൽ. 2, ദൈവത്തിന്. 3, ഉത്തമമായത്. 4, ആരാധന, യാഗം. ആ ചെറിയ ഒരു വാക്യത്തിൽ 11-ാം അധ്യായം 4-ാം വാക്യം ഒരു ചെറിയ വാക്യമാണ്. അത്ര വലിയ വാക്യമാണെങ്കിലും ഒരു ചെറിയ ഭാഗം ഓർപ്പിക്കുകയാണ്. 1, വിശ്വാസം. 2, ദൈവത്തിന്. 3, ഉത്തമമായത്. 4, യാഗം. ബാക്കി താഴോട്ട വാക്യം 5 വരെ നമുക്കറിയാത്ത ഭാഗ്യമാണ്. ഈ 4 കാര്യം. അപ്പൊ ദൈവത്തിന് യാഗം കഴിക്കുന്നത് ഉത്തമമായതായിരിക്കണം, വിശ്വാസത്തായിരിക്കണം, ദൈവത്തിന് എന്നവണ്ണമായിരിക്കണം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, ദൈവത്തിനെന്ന പോലെ മനസ്സോടെ ചെയ്വി. അപ്പൊ ആരാധന ഒരു പ്രഹസനമല്ല. ആരാധന ഞാൻ നടത്തിയെന്ന് പറയാനില്ല, ആരാധനയ്ക്ക് വന്നു എന്ന് പറയാനില്ല. ആരാധന ദൈവത്തിനാണ് കൊടുക്കുന്നത്. ദൈവം കർത്താതി കർത്താവും രാജാതി രാജാവുമാകുക. നാം കൊടുക്കുന്ന ആരാധന, പ്രാർത്ഥന നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, IPCക്ക് വേണ്ടിയോ ഷാരോന് വേണ്ടിയോ ചർച്ച ബോർഡിന് വേണ്ടിയോ അല്ല. നാം ആരാധന ദൈവത്തിന്. അപ്പൊ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള ഭയം ഒക്കെ ആരാധനയിൽ വെളിപ്പെടേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സഭ അവന് വേണ്ടി ദൈവത്തോട് ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മുടെ ആരാധന, പ്രാർത്ഥന ദൈവത്തോടാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ ആമേൻ മതിയായ ദൈവമാണ്. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഉത്തമമായതായിരിക്കണം. അതിൽ 1, അതിശക്തമായ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന വളരെ സൗഖ്യമാകുന്നതാണ്. ആമേൻ. ഇന്ന് പെന്തക്കോസ്ത ലോകത്തിൽ ഞാനടക്കം വിശ്വാസികളെ നോക്കുമ്പോൾ ആദ്യത്തെ അക്ഷരമില്ല, ഇല്ല, ശ്വാസമുണ്ട്. ശ്വാസമുള്ള ഒത്തിരി പേരുണ്ട്. ശ്വാസമില്ലെങ്കിൽ നമ്മള് ഭൂമി കാണുന്നില്ല. അപ്പൊ ആദ്യത്തെ അക്ഷരം പലർക്കുമില്ല. 2, 3 അക്ഷരമുണ്ട്, ശ്വാസമുണ്ട്. പക്ഷെ ആദ്യത്തെ വി ഇല്ല. വി കൂടെ ചേരുമ്പോഴാണ് ശ്വാസം അത് ശക്തമായ ഒരു കാര്യമാണ്. ഇത് രാവിലെ സമയം ആഴമായി വിശ്വസിക്കുന്ന വിശ്വാസം നമ്മുടെ കൈമുതലായി ഇരിക്കുന്ന ദൈവമായത് 12 വരികയില്ല. കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തോടെ ബന്ധത്തിൽ വിശ്വാസത്താൽ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചവർ ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. കർത്താവിനെ സേവിച്ചതും കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങിയതും ഒന്നും കണ്ടിട്ടല്ല, വിശ്വാസത്താലാണ്. പാട്ടുകാരൻ പറയുന്നുണ്ട്, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാൽച്ചുവട് അത്രേ. വിശ്വാസത്തിന്റെ കാൽച്ചുവട് എടുത്തു വെച്ചപ്പോൾ ആഴിയെന്നോർത്തില്ല, ആഴമരച്ചില്ല. അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ, അലകളെ ഭയപ്പെടാതെ, പ്രതികൂലങ്ങളെ വകവെക്കാതെ ഇറങ്ങി തിരിച്ചു
പ്രാപിച്ചത് ഒരിക്കലും പരാജയമല്ല. എന്നാൽ ആ വിശ്വാസം അവസാനത്തോളം കാത്ത് സൂക്ഷിക്കേണ്ടത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നതെങ്കിൽ ഇന്ന് പകലിൽ വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥനയും വിശ്വാസത്തോടുകൂടെയുള്ള ആരാധനയും നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അപ്പൊ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന് യാഗം കഴിച്ചു, ആരാധിച്ചു. അതിനകത്ത് മറ്റൊരു വാക്യം ഉത്തമമായ യാഗം എന്നുള്ളതാണ്. ഉത്തമമായത്. അപ്പൊ ഉത്തമമായതും ഉത്തമം അല്ലാത്തതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ഉത്തമമായതാണ്. ഉത്തമമായത്, ഉത്തമമായ കയ്യടി, ഉത്തമമായ സ്തോത്രം, ഉത്തമമായ പ്രാർത്ഥന, ഉത്തമമായ ആരാധന. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സകലവിധ ആദ്യഫലങ്ങളിലും ഉത്തമമായത് വഴിപാടായി വരുന്ന എല്ലാ വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് നിങ്ങളുടെ തരിമാവിന്റെ ആദ്യ ഭാഗവും പുരോഹിതന് കൊടുക്കണം. താനേ ചത്തതും പറിച്ചു കീറിപ്പോയതുമായ പക്ഷിയോ മൃഗത്തെയോ ഒന്നിനെയും പുരോഹിതൻ തിന്നരുത്. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ഉത്തമമായതാണ്. പറിച്ചു കീറിയത്, കൊള്ളാത്തത്, കീറിപ്പോയത്, സ്തോത്രം, ഇതൊന്നും ദൈവത്തിന് കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ചില നാളുകളുടെ മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ഒരു കർത്തൃദാസൻ 100 രൂപയുടെ പെട്രോൾ അടിച്ച് അവിടെ ചില്ലറ ബാക്കി കൊടുക്കാനില്ലാതെ ഭാരപ്പെടുന്നു. ഞാൻ ചോദിച്ചു, എന്താ മാസ്റ്റർ? അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ പൈസ 100 രൂപ ഉണ്ട്. പഴയ ആ നോട്ടുകളെല്ലാം തന്നെ ഒന്നുകിൽ കീറിയത്, അല്ലെ മുഷിഞ്ഞത്, കിഴുത്ത വീണത്. അതുകൊണ്ട് പെട്രോൾ പമ്പുകാരൻ നോക്കിയിട്ട് പറഞ്ഞു, ഇതെടുക്കത്തില്ല. അങ്ങനെ വിഷമിച്ചെത്തിക്കുന്ന ഒരു കർത്തൃദാസനെ കണ്ട് കാര്യം ക്രമീകരിക്കാനായി. അപ്പൊ ഞാൻ ചോദിച്ചു, മാസ്റ്റർ, ഈ കീറിയതും ഈ കിഴുത്ത വീണതും ഒക്കെ എവിടുന്ന് കിട്ടിയതാണ്? അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് ഞായറാഴ്ച കിട്ടിയതാണ്. സ്തോത്ര കാഴ്ച കിട്ടിയ പൈസയാ. അപ്പോ ആ സ്തോത്ര കാഴ്ച കിട്ടിയ പൈസ അത് 10-ന്റെയും 20-ന്റെയും നോട്ട് തന്നെ എല്ലാം കീറിയതും ഒട്ടിച്ചതും കൊള്ളാത്തതും പമ്പ് പോലെ കാര്യം എടുക്കാത്തതുമാണ്. അപ്പൊ ദൈവത്തിന് ചില ആളുകൾ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ അത് നല്ലതാണോ ഉത്തമമായതാണോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആളുകളുള്ളപ്പോൾ ഞാൻ കണ്ട ഒരനുഭവം പറഞ്ഞതാണ്. അതുപോലെ പല അനുഭവങ്ങൾ കഴിഞ്ഞ 40 വർഷത്തെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പലത്. അപ്പൊ ദൈവത്തിന് കൊടുക്കുന്നത് കീറിയതും പറഞ്ഞതും ഒന്നുമല്ല, ഏറ്റവും ഉത്തമമായത് നമ്മുടെ കർത്താവിന് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ചില ആളുകൾ അവരിട്ട് പഴകിയതും കീറിയതും അവർക്ക് കൊള്ളാത്തതും ഒക്കെ സാധനങ്ങൾ കൊടുക്കുന്നവരായി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമായ വഴിപാടായി വരുന്ന എല്ലാ വഴിപാടും ഉത്തമമായിരിക്കണം. താഴെ എഴുതിയിരിക്കുന്നു, നിന്റെ വീട്ടിൽ അനുഗ്രഹം വരുത്തേണ്ടതിന്. അപ്പൊ അനുഗ്രഹം വരിക മാത്രമല്ല, വരുത്തേണ്ടതിന്. അപ്പൊ അനുഗ്രഹം വരുത്തേണ്ടതിന് എന്ത് ചെയ്യണം? ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ? ഉത്തമമായത് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാന് ഈ മിക്കവാറും ഞങ്ങളൊക്കെ യോഗത്തിന് പോകുന്നവരാണ്. ദൈവത്തിന് ഇന്നും രാവിലെ വൈകിട്ടും മറ്റൊരു മീറ്റിംഗുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മീറ്റിങ്ങിനായാലും സൂം മീറ്റിങ്ങിനായാലും മറ്റേത് മീറ്റിങ്ങിനായാലും
ദൈവവചനം കാതലായ വചനമോ ഉപദേശകരമായ കാര്യമോ വിശുദ്ധിയുടെ കാര്യമോ ക്രമീകരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആരും സ്തോത്രം പറയാറില്ല. എന്നാൽ ആമേൻ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു, നടക്കുന്നു, ആമേൻ എന്നൊക്കെ പറയാമെങ്കിൽ ആളുകൾ ആത്മാർത്ഥമായിട്ട് കൈയടിക്കുന്നതും സ്തോത്രം പറയുന്നതൊക്കെ എന്നും കാണാറുണ്ട്. ഇന്നലെ കണ്ടു, ഇന്നും കാണാൻ പോവുക. അപ്പോ ദൈവത്തിന് കൊടുക്കേണ്ട ഉത്തമമായ കാര്യങ്ങളെ കുറിച്ചോ സഭായോഗങ്ങളിലോ മറ്റു യോഗങ്ങളിലോ ഒക്കെ പറയുമ്പോൾ ആളുകൾ ഏറ്റെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് ഉത്തമമായതാണ്. അപ്പൊ അനുഗ്രഹം വരുത്തേണ്ടത്, അനുഗ്രഹം വരികയല്ല, അനുഗ്രഹം വരുത്തേണ്ടത്. അപ്പൊ അനുഗ്രഹമില്ല, ഒരു വിടുതലുമില്ല. പാസ്റ്ററെ കുറെ കാലമായി വിശ്വാസം വന്നിട്ട് ഒരു അനുഗ്രഹവുമില്ല എന്ന് പറയുമ്പോൾ നാം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ടതെല്ലാം ഏറ്റവും ഉത്തമമായിരിക്കണം. ചില ആളുകൾ സ്തോത്രം പറഞ്ഞാൽ വായിന്ന് വരത്തില്ല, ചില ആളുകൾ കൈയടിച്ചാൽ അത് കേൾക്കാൻ കഴിയുന്നില്ല, ചില ആളുകൾ പ്രാർത്ഥിച്ചാൽ ശബ്ദമില്ല. ബാക്കി എല്ലാത്തിനും ശബ്ദമുള്ള ആളുകളെ കാണാം. എന്നാൽ സ്തോത്രം പറഞ്ഞാലും ആരാധിച്ചാലും ദൈവത്തിന് ഉത്തമമായത് കൊടുക്കണം. എന്നാൽ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒന്ന് ഉത്തമമായത്. ഇത് നമുക്ക് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായു പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല. അപ്പോൾ ഉത്തമമായത്, അതാണ് ഞാൻ പറഞ്ഞതിൽ പ്രധാനമായ കാര്യം, ഉത്തമമായത്. അപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ടത് ഉത്തമമായത് കൊടുത്താൽ അനുഗ്രഹം വരുത്തിത്തരും. രണ്ട്, ഉത്തമമായത് സംസാരിച്ചാൽ പ്രസ്താവിച്ചാൽ നിന്റെ വായ എന്റെ വാ പോലെ ആക്കോ ദൈവം പറഞ്ഞു. അപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ദൈവത്തിന്റെ വാ പോലെ നമ്മുടെ വായാകണമെങ്കിൽ ആ ഉത്തമമായ പ്രസ്താവിക്കണം. വായി വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് പറയുന്ന ആളുകൾ, സകല ആളുടെ കുറ്റം പറയുന്നവർ, ആമേശന് പറയുന്നവർ, രാവിലെ തൊട്ട് വൈകുന്നത് വരെ മെനക്കെട്ട് സംസാരിക്കുന്ന ധാരാളം ആളുകൾ വിശ്വാസകോളത്തിനുമുണ്ട്. പക്ഷെ അവരുടെ വായ ദൈവത്തിന്റെ വാ പോലെ ആയിരിക്കുകയില്ല. പ്രാർത്ഥിച്ചാൽ വിടുതലില്ല, പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, പ്രാർത്ഥിച്ചാൽ ആത്മശക്തിയില്ല, പ്രാർത്ഥനയ്ക്ക് വാക്കുകൾ കിട്ടുകയില്ല, ബന്ധിക്കപ്പെടുകയാണ് എന്ന കാര്യം ഉത്തമമായെന്ന് പറയുന്നില്ല. ദൈവാത്മാവ് പറയുന്നത് ഉത്തമമായത് പറയണം. ഉത്തമമായെന്ന് പറഞ്ഞാൽ ദൈവം മാനിക്കും. അപ്പൊ ഉത്തമമായ വാക്കുകൾ പറഞ്ഞാൽ അധമമായത് ഉപേക്ഷിച്ചാൽ നീ എന്റെ വായു പോലെയാകും. മോശയോട് പറഞ്ഞ കാര്യമാണ്. നീ മിക്കനാണെന്ന് പറയേണ്ട കരുവനെ കൂട്ടിക്കോ, പക്ഷേ എന്റെ വായു പോലെയാക്കുന്ന സമയങ്ങൾ വെളിപ്പെടുത്തി പോയാൽ മതി. ഇപ്പൊ ദൈവത്തിന്റെ വായു പോലെയാക്കുന്ന, നമ്മുടെ അധരങ്ങളെ ശക്തീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. അതെന്ത് ചെയ്യണം? ഉത്തമമായത് പ്രസ്താവിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മള് ഉത്തമമായതിനെ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ 12 ചിന്തകളുടെ ഓർപ്പിച്ച് ഞാൻ നിർത്താം. ദൈവത്തിന് സ്തോത്രം. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം നോക്കിയപ്പോൾ ഉത്തമന്മാരെ നോക്കി. പക്ഷേ പല ഉത്തമന്മാരും അവരിൽ ഉത്തമൻ മുൾപ്പടർപ്പ് പോലെ, നേരുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവൻ തന്നെ. ഉത്തമൻ മുൾപ്പടർപ്പ് പോലെ, നേരുള്ള
കഴിയില്ല. മുള്ളുവേലി തടയുന്നതാണ്, പോകാൻ കഴിയാത്തതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രാവിലെ സമയം ദൈവത്തിന് സ്തോത്രം ഉത്തമമായത് പ്രസ്താവിച്ച് ഉത്തമമായത് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായി കൂടെയുണ്ട് എന്ന കാര്യം മറന്നുപോകട്ടെ. ആരാധന, വിശ്വാസം, ഇതൊക്കെ ഉത്തമമായതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തില് ഒരു വാക്യം കൂടെ വായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 32-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ അവർ ഉറ്റുനിൽക്കുന്നു. അപ്പോൾ ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു. അപ്പൊ അവൻ ഉറ്റുനിൽക്കുന്നത് ഉത്തമ കാര്യത്തിലാണ്. അവൻ ഉത്തമ കാര്യങ്ങളിൽ ചിന്തിക്കുന്നു. അപ്പൊ നമ്മുടെ ചിന്ത ഉത്തമ കാര്യങ്ങളായിരിക്കണം, അധമമായതല്ല. ഉത്തമ കാര്യങ്ങൾ, ശ്രേഷ്ഠമായത്, സ്വർഗീയമായത് ചിന്തിക്കുക. 2, ഉത്തമ കാര്യങ്ങളിൽ ഉറ്റുനിൽക്കുക. ഉറ്റുനിൽക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട യാഗം ഉത്തമമായതാണ്. 4 കാര്യത്തിൽ അതിപ്രധാനമായത് ഉത്തമമായത് ഞാൻ പറഞ്ഞു. 1 വിശ്വാസം, 2 ദൈവത്തിന്, 3 ഉത്തമമായത്, 4 യാഗം, ആരാധന. ഇപ്പോൾ ഉത്തമമായത് ചെയ്താൽ ദൈവം അനുഗ്രഹം വരുത്തി തരും. സകലവിധ ആദ്യഫലത്തിന്റെയും ഉത്തമമായത് ചെയ്താൽ വരുത്തി തരും. 2 ഉത്തമമായത് പ്രസ്താവിച്ച് അർത്ഥമായത് വിളിച്ചാൽ ദൈവത്തിന്റെ അഭാവം പോലെയാകും. ഉത്തമൻ കാമൻ മുള്ളുവേലി പോലെയല്ല, അനുഗ്രഹിക്കപ്പെട്ടവനായി ആശ്വസിപ്പിക്കുന്നതിനായിട്ടും. ഉത്തമൻ ഉത്തമ കാര്യങ്ങൾ ചിന്തിക്കണം. ഉത്തമമായത് പ്രസ്താവിച്ചാൽ, ഉത്തമമായത് നോക്കി ശ്രദ്ധിച്ചാൽ ദൈവമാനിപ്പാൻ ശക്തന. ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ഉത്തമമായതായിരിക്കാൻ നമുക്ക് ഏൽപ്പിക്കാം. ഈ 28-ാം തീയതി കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കേണ്ടത്. പുതിയ വർഷം ദൈവം നമുക്ക് തരുന്നെങ്കിൽ ഉത്തമമായ ആരാധനയും ഉത്തമമായ യാഗവും വിശ്വാസത്തോടുകൂടെ നമ്മ മുന്നേറാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അവസരം ലഭിച്ചതിൽ പ്രത്യേകമായ DPM വിശ്വക്കൂട്ടികളോട് നന്ദി. ദൈവം നമ്മെ സഹായിക്കും.